ചത്ത്. ഓ, ഒന്നര ജീവനേ ഉള്ളൂ ഗൈസ്. ഓടിക്കോ. ചത്ത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ മൈൻക്രാഫ്റ്റ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ അയൻകുളത്തിലേക്ക് നമ്മൾ അടക്കി നിർത്തിയിട്ടുണ്ട്. നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അയൻകുളം അപ്പോൾ നമ്മളെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ അയൻകുളത്തിനോട് പോകാൻ പറഞ്ഞാൽ അയൻകുളം പോവും. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ അടക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം അയൻകുളം ഓക്കെ, ബൈ. പോയിക്കോ. വിട്ടോ. കണ്ടില്ലേ, അയൻകുളം പോയി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് ടൈമാണ്, ഇപ്പം ഡേഞ്ചറാണ്. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മളൊരു ബെഡ് നോക്കാം ഗൈസ്. ഇവിടെ വില്ലേജറുണ്ട്, കടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ഉറങ്ങാത്ത ഗൈസ്? ഈ വില്ലേജേഴ്സ് എന്താ ഉറങ്ങാത്ത? നൈറ്റ് ടൈമല്ലേ, സ്ലീപ്പ് ചെയ്യാൻ. നമുക്ക് അവിടെ ബെഡ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് പോയി കടന്നുറങ്ങാം ഗൈസ്. അപ്പം അവിടെ നമുക്ക് പോയി കടന്നുറങ്ങാം. ഇവിടെ പശുക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് വേഗം പോയി കടന്നുറങ്ങാം ഗൈസ്. ടൈം ഇവിടെ ബെഡുണ്ട്. ഗൈസ്, ഇവിടെ ബെഡുണ്ട്. സ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഓ ഗൈസ്, എന്താ പറ്റിയേ? ഓ ഷീറ്റ്. ഇപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ റിയുവാൻ്റെ അടുത്ത് അടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പം നൈറ്റ് ടൈം ആയതുകൊണ്ട് വേഗം ഉറങ്ങാട്ടോ ഗൈസ്. വില്ലേജസിനൊക്കെ തട്ടിട്ടാണ് ഉറങ്ങാൻ. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. നമ്മളെ ഉറങ്ങി എണീച്ച് രാവിലെ എണീച്ചിട്ട് ഫുള്ള് രാവിലെ എണീച്ച തന്നെ സോംബീസ്. ഇനി പരിപാടി എന്താ വെച്ചാൽ കട്ടെടുക്കുക, ഈ ഫുള്ള് മണ്ണിട്ടിട്ട് മൂടുക. ഈ ഒരു ഓട്ട മൊത്തം കുയ്യ് മണ്ണിട്ട് മൂടുക. ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ച ഇത്ര വലിയ ഓട്ട കുയ്യ്. എന്താ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നമ്മളെല്ലായിടത്തും ഇങ്ങനെ കട്ടിട്ട് മൊത്തം മൂടണം. മൊത്തം മൂടിയിട്ട് വേണം ഇനി നമുക്ക് വീടുണ്ടാക്കാൻ. ഏതെങ്കിലും ഒരു വീട് ഉണ്ടാക്കണോ നോക്കാം നമുക്ക്. അല്ലെങ്കിൽ കട്ടിട്ട് മൂടണം. ഗൈസ്, കട്ടിങ് കഴിഞ്ഞു ഗൈസ്. കഷ്ടകാലം. ഇതിലൂടെ ഇനിയിപ്പോൾ കയറുന്ന വയ്യ. കിട്ടി വയ്യ കിട്ടി. അപ്പം ഇനി നമ്മളെ അപ്പോൾ ഗൈസ്, ഇനി നമ്മളെ വീടൊന്ന് റെഡി ആക്കണം ഗൈസ്. വീടിൻ്റെ കോലം നോക്ക് ഗൈസ്, അവസ്ഥ നോക്ക് എന്താണ്. നമുക്ക് വീടൊന്ന് മറച്ച് വെക്കാം. എന്താ വെച്ചാൽ വില്ലേജേഴ്സൊക്കെ കടന്നുറങ്ങണ വീടല്ലേ. അപ്പോൾ അവർ ചത്തോണ്ടാ വിചാരിച്ചിട്ട് മറച്ച് വെക്കാം. അവസാനം മറച്ച് വെക്കാത്ത മൊത്തം മൂടണം. ഇനിയിപ്പോൾ അതിന് കല്ലും ഇല്ലല്ലോ ഗൈസ്, എന്താ ചെയ്യുക? അവിടെ ഒരു ബെഡ് ഉണ്ടല്ലേ, നമുക്ക് ഇനി ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ കട്ടപ്പം ഇവിടെ ഇടണോ? അടിയിലൊരു കട്ട വേണമല്ലോ. എന്തായാലും നമുക്ക് കയറി. ഇവിടെ എല്ലാം ഉണ്ട്, കംപ്ലീറ്റ് ആണ്. അതിൻ്റെ പുറത്താണല്ലേ കട്ടറുണ്ട്, വൈറ്റ് അവിടെ ഇടാം. എന്തായാലും അവിടെയും കുടുങ്ങി. ഇനി പൊട്ടിച്ച് ടൈം ഇങ്ങനെ പോണതാ. നമ്മളിനി ഒരു ഇത്തിരി ജീവൻ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മളത്. അപ്പോൾ എന്തായാലും ഇനി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇനി വരും. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. പിന്നെ ഗൈസ്, ഈ ബെഡ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇനി അഥവാ വീടുണ്ടാക്കുകയാണെങ്കിൽ അവിടെ ബെഡ് ഇടാനൊക്കെ ഒരു മഞ്ഞ ബെഡല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇനി അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ നിൽക്കണ്ട, നമുക്ക് വേഗം പോവാം. അപ്പോൾ ഇവിടെ ബെഡുണ്ട്. ഇവിടെ ചെസ്റ്റിലല്ല ഗൈസ്. ഒരു ചെസ്റ്റുള്ള വീട് എവിടെ ഉണ്ടോ? ചെസ്റ്റ് ബോക്സിൽ എന്തെങ്കിലും ഫുഡായിട്ട് എന്തെങ്കിലും ഒരു വീട്ടിലും ഇല്ലല്ലോ ഗൈസ്. ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫുഡ് ഏതെങ്കിലും വീട്ടിലുണ്ടോ? പോയൊക്കെ നമുക്ക്. ആടൊക്കെ ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് എന്തായാലും ഈ ആടിനൊക്കെ കൊന്ന് മറ്റേ കോളൊക്കെ കണ്ടുപിടിക്കണം നമുക്ക്. ഇതിപ്പോൾ തുടക്കം മാത്രമല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയൊരു വീട്, ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടില്ല, പൂവ് കണ്ടില്ല ഗൈസ്, നമ്മളെ കയ്യിൽ പൂവ്. നമ്മൾ പുതിയ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഗൈസ് ചെസ്റ്റ്. ഇതിൻ്റെ ഓർമ്മ കറക്റ്റാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ ഇതുപോലെ ഒരു ചെസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ബെന്നെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മരങ്ങൾ എടുക്കാം. മരങ്ങളും
പിന്നെ ഒരു അയണിൻ്റെ കഷ്ണം എടുക്കാം അല്ലേ ഗൈസ്? കുറച്ച് മരങ്ങൾ ഒരു അയണിൻ്റെ കഷ്ണം എടുക്കാം. അയങ്കോട്ട് അതെടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെയുള്ള പരിപാടി എന്താ വെച്ചാൽ നൈറ്റായോ ഇല്ലല്ലേ ഗ്ലാസ്. അപ്പം ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഒരു വീട് എന്താണ് ഒറ്റടി മൂക്ക് വെച്ച് കൊടുക്കണം. മൂക്ക് നോക്കിയിട്ട് ഒറ്റടി കൊടുക്കണം. ഫുഡാണോ? ഫുഡ് തരൂല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ വില്ലേജറിനെ ഫുഡ് കൊടുക്കാതെ ആണ് നമ്മൾ വില്ലേജറിനെ ഫുഡ് കാണിച്ചു കൊടുത്ത് കൊതിപ്പിക്കുകയാണ് ഗൈസ്. ഫുഡ് കാണിച്ചു കൊടുത്ത് കൊതിപ്പിക്കുകയാണ്. വയറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വീടുണ്ടാക്കാൻ വേണ്ടി നല്ല പ്ലേസ് നോക്കി പോകണം. ആദ്യം ചെസ്റ്റ് നോക്കണം, വേറെ വീട്ടിലൊക്കെ ചെസ്റ്റ് ഉണ്ടോയെന്ന് നോക്കണം. അപ്പം എന്തായാലും നമുക്ക് എല്ലാ വീട്ടിലും കയറി വെക്കാം. ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണല്ലോ. ഇവിടെ ഇല്ല ഗൈസ്. എൻ്റെ പൊന്നെ, അയാളത് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. പിന്നെന്താ അയാളെന്താ അവിടെ ചെയ്യണത് ഗൈസ്? ഈ അയേണ് നമുക്ക് ഉപകാരപ്പെടൂലേ? അയേണൊന്ന് പൊട്ടിച്ചെടുത്ത് നോക്കിയാലോ? ഗൈസ്, ഈ അയേണ് ഇനി പൊട്ടിക്കുമ്പോഴത്തേനും ഒരു ലോഡ് സമയം എടുക്കുമല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അയണ് അതാ. അപ്പോൾ ഞാൻ പൊട്ടാനാ ഗൈസ്? അത് പൊട്ടിച്ചപ്പോഴത്തേനും പോയി ഗൈസ്. അപ്പോൾ ഞാൻ പൊട്ടനാ? ഞാൻ പൊട്ടനാ? അപ്പോൾ ഗൈസ് നമുക്ക് ടൈം വയ്ക്കണ്ട, നമുക്ക് നേരെ പോവാം. അപ്പം വേറെ എവിടെയെങ്കിലും ഇത് ബുക്ക് ഷെൽഫത്തെ ആളല്ലേ? ലൈബ്രറിയിലത്തെ മാനേജറായിരിക്കും. അപ്പോൾ ഗൈസ് ഇവിടെ ചെസ്റ്റ് ഉണ്ടോ? ഇവിടെ ഇല്ലല്ലേ, ചെസ്റ്റ് ഇല്ല. ഇതെങ്ങോട്ടാ? സിറ്റൗട്ടില്ലേ? ഇതിലൂടെ പോകാൻ കഴിയില്ല, അപ്പുറത്ത് കൂടെ പോകാൻ കഴിയുമോ? ഗൈസ് ഇനിയിപ്പോൾ ഉള്ളിലൂടെ താഴോട്ട് ഇറങ്ങണം, സ്റ്റെപ്പ് ഇറങ്ങി പോകണം. നമ്മൾ എളുപ്പപ്പണി നോക്കിയതാ. എന്തായാലും നമുക്കിനി പോയൊക്കെ നമുക്ക് വേറെ എവിടെ വീട്ടിലുണ്ടോ? കോഴിക്കുട്ടി സീഡ് തിന്നൂലേ? സീഡ് തിന്നൂലോ. സീഡ് എന്താ തിന്നത്തെ? അതാ പുറകെ വരുന്നതാ. നമുക്കൊന്ന് കൊടുത്തു നോക്കിയാലോ? ഫീഡ് വന്ന്. ലവ് ചിന്നൊക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ കോഴിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കൊടുത്തതിന് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറൊന്നും വിചാരിക്കരുത്, നമ്മൾ ഫുഡ് കൊടുത്തിട്ടേ ഉള്ളൂ. ഫുഡ് കൊടുത്തപ്പം കോഴിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് നമ്മളിനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മളപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മളൊരു പുതിയൊരു വീടുണ്ടാക്കണം അല്ലേ ഗൈസ്? വീടുണ്ടാക്കണം അല്ലേ? വീടുണ്ടാക്കണം. അപ്പം നമുക്കിനി പോയിട്ട് വീടുണ്ടാക്കാൻ പോവാം ഗൈസ്. നമുക്ക് വീടിന് നല്ല സ്പോട്ട് സെറ്റാക്കണമല്ലോ ഗൈസ്. നല്ലൊരു സ്പോട്ട് വേണം, നല്ലൊരു സ്ഥലം വേണം. നമുക്കേ ഇവിടെ ആയിട്ട് അങ്ങോട്ട് കാട്ടിൻ്റെ ആ ഒരു ഏരിയക്ക് ഒന്ന് പോയി നോക്കിയാലോ ഗൈസ്? കാടിൻ്റെ ആ ഒരു ഏരിയ. ഇതെന്താ ഗൈസ്? ഇതെന്താ തിന്നാൻ പറ്റിയത്? ലീഫ് ലൈറ്ററോ? ഉണങ്ങിയ ലീഫാണ്. ഇത് ഞാൻ ചിലപ്പോൾ ആവശ്യം വരുമായിരിക്കും. നമുക്ക് എന്തായാലും എടുത്ത് വെക്കാം, കയ്യിൽ വെക്കാം. ആവശ്യം വരുമോ എന്നറിയില്ല. ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്തോട്ട് അങ്ങനെ പോയി നോക്കാം. ഇവിടെ ഇങ്ങനത്തെ പ്ലേസ് ഉണ്ടല്ലേ താഴെ ഭാഗം? ഇവിടെ ഉണ്ട് മറ്റേത്. ഇവിടെ കൃഷിയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഈ പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വീട് ഞാൻ എടുത്ത് ഗൈസ്. ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒറ്റൊന്നായിട്ട് അങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കൃഷിയായിട്ട് ഫുഡൊക്കെ കൾട്ടിവേറ്റ് ചെയ്യണ സ്ഥലമുണ്ട്. ആ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ എടുക്കും. ആ വീടിൻ്റെതാണ്. ഇത് പിന്നെ വില്ലേജേഴ്സൊക്കെ ഉപയോഗിക്കണതാണല്ലോ. ആ വീട് വില്ലേജേഴ്സ് ഉപയോഗിക്കണേ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യം കണ്ടില്ലേ, അതാണ്. ഈ വീടാണ് വേറെ രീതിയിലെ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് അറ്റത്തുള്ള ആ ഒരു വീട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ വീട്ടിലിനി ചെസ്റ്റ് കൊണ്ടുവന്ന് വെക്കണം. ചെസ്റ്റ് ഉണ്ടാക്കാനിപ്പം ചെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക? ചെസ്റ്റ്
ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീടാണ് ഗൈസ്. അപ്പോൾ നമ്മളെ പുതിയ വീടാണ്. പിന്നെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം മറ്റേ എന്തൊക്കെയാണ് വേണ്ടത്, മരക്കഷ്ണമാണല്ലേ. ഇങ്ങനെ ഉണ്ടാക്കണേ നോക്കാൻ വേണ്ടിയിട്ട് മരക്കഷ്ണം അങ്ങനെ എന്താ വേണം. എന്തായാലും നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. ലീഫൊക്കെ ഈ ഭാഗത്തിട്ട് വെക്കട്ടെ ഗൈസ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഈ കല്ലിലൊന്നും ആവില്ല ഈ സാധനം. ഇത് നല്ല രസമുണ്ട്. ഇനി ചുറ്റും ഇടണം. ആദ്യം നമുക്ക് ഇനി മരങ്ങൾ കളക്ട് ചെയ്യണം. മരക്കഷ്ണം കളക്ട് ചെയ്യണം. അപ്പം മരക്കഷ്ണം കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്താണെന്നോ അതിൻ്റെ പേര് ഞാൻ മറന്നു. മരക്കഷ്ണം ഒരു മറ്റേ മരം കൊണ്ടുള്ളൊരു ഇതുണ്ടല്ലോ, അത് നമുക്ക് മരക്കഷ്ണം കിട്ടിയിട്ട് നോക്കാം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലാണ് നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇത് നോക്കേണ്ടത്. ചെസ്റ്റ് ഉണ്ടാക്കാൻ ചെറിയ പണിയേ ഉള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഈ ഒരു മരക്കഷ്ണം എത്രയോ കൂട്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതെത്രയോ കൂട്ടിയിട്ട് ചെസ്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടോ ഗൈസ്. എനിക്കത് ഓർമ്മ കിട്ടണതാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ലീഫൊക്കെ എടുത്ത് കൈ പിടിക്കഴിഞ്ഞ് ചിലപ്പോൾ ആവശ്യം വന്നാലോ. എന്തായാലും അധികം നൈറ്റ് ആക്കണ്ട, ഓവർ നൈറ്റായാലും പ്രശ്നമില്ല. എന്താ വെച്ചാൽ നമ്മൾ ബെഡ് ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ ബെഡുണ്ട്. അപ്പം പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നൈറ്റ് കഴിഞ്ഞ് സൈഡിലൊക്കെ സോംബീസ് കയറി വന്നാൽ പെട്ട് മോനെ. പിന്നെ കടന്നുറങ്ങാൻ കഴിയില്ല. പിന്നെ പുറത്തിറങ്ങിയിട്ട് സോംബീസിനെ വക വരുത്തേണ്ടി വരും. എന്തായാലും അതന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ ബെഡിൻ്റെ അവിടെ തന്നെ നോക്കാം. യെസ്, അതന്നെ ഗൈസ് ഞാൻ പറഞ്ഞത്. ഇതെന്താ ബാംബു പ്ലാങ്ക്സ്. ചെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ബാംബു പ്ലാങ്ക്സ് എന്തിനാ? എത്ര? മൂന്നും 3, 6, 7, 8 എണ്ണമാണല്ലേ. അപ്പം ചെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല ഗായ്സ്. അപ്പോൾ നമുക്ക് ഈ ബാംബു പ്ലാങ്ക്സ് ഉണ്ടാക്കണമെങ്കിൽ എന്താ വഴി നോക്കിയാലോ. നമുക്ക് ബാംബു പ്ലാങ്ക്സിന് നമ്മൾ എന്താ ചെയ്യാൻ നോക്കട്ടെ. ബാംബു പ്ലാങ്ക്സിന് ആ സാധനമാണ് എന്താ അതിൻ്റെ പേര്, ബ്ലോക്ക് ഓഫ് സ്ട്രിപ്പ് ആ സാധനം ഉണ്ടാക്കണമെങ്കിൽ. പക്ഷെ എന്താണ് അപ്പോൾ ബാമ്പു കണ്ടുപിടിക്കണേ നമ്മൾ. ബാമ്പൊക്കെ അതാ ഗൈസ്, നൈറ്റായി എത്ര പെട്ടെന്ന് ഗൈസ്. ഇതെന്താ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിളൊന്ന് നോക്കിയപ്പോൾ തന്നെ നൈറ്റായി. വില്ലേജറാണ് ഇവിടെ കടന്നും ചെയ്ത്. ചുറ്റും സോംബീസും ഉണ്ട്. കണ്ടില്ലേ, സോംബീസും ഉണ്ട്. നമ്മളെ ബെഡും ഉണ്ട്. ഞാൻ പറഞ്ഞേ നമ്മളെ ബെഡിട്ട് പക്ഷേ ചുറ്റും സോംബീസ് ഉണ്ടെന്നൊക്കെ പറയണേ. ഇനി പുറത്തിറങ്ങി വക വരുത്തേണ്ടി വരും. ഓക്കെ, അയ്യോ സോംബീസ് സോംബീസ് തല്ലി. ഇവിടെ എനിക്ക് പേടിയാവുക. നമുക്ക് എന്ത് പേടി, നമുക്ക് പുറത്തിറങ്ങി സോംബീസിനെ വക വരുത്തണം. അപ്പം സോംബീസ് ആ സൈഡിലുള്ളതില്ലേ ഗൈസ്. അപ്പം നമുക്ക് ഈ ഡോറ് തുറന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. വേഗം പൂട്ടിട്ട് അല്ലേ ആ വില്ലേജറിനെ കൊന്നിടും. ഇങ്ങോട്ട് വാ സോംബീസ്. ഹലോ മച്ചു ഇങ്ങോട്ട് വാ മച്ചു. അല്ല മച്ചു, ഇവിടെ ഞാനെന്തിനാ പിന്നെ. മച്ചു വാ മച്ചു കം ഹിയർ ബ്രദർ, കം ഹിയർ. ഇങ്ങോട്ട് വാ. അല്ലാ, ക്രീപ്പർ. ഓടിക്കോ. ഇനി സ്പീഡ് എടുത്തിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറാം, കിടന്നിറങ്ങാം. യെസ്. തുറക്ക്. അതാ ഗായ്സ്, ഡോർ അടച്ചില്ല ഗായ്സ്, മറന്നു പോയി. അല്ലാ നമ്മൾ ചത്ത്. ഇവിടുന്ന് എന്താ BGM പറയല്ലേ ഞാൻ.
ഗൈസ് നമ്മൾ ചത്ത് ഇതാറി. ഓ ഗൈസ് കയറി വന്നപ്പോൾ തന്നെ ഇതാ സോംബീസിൻ്റെ മുമ്പിൽ നമ്മളെ സാധനങ്ങളൊക്കെ പോയി. അവിടെ ഉണ്ട്, റൂമിൻ്റെ ഉള്ളിലുണ്ട്. അതാ അത് തുറക്ക്. ആ ചത്ത് 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 കിട്ടി. അവസാനം നമ്മൾ അവരെ കൊന്നിരിക്കുന്നു ഗൈസ്. നമ്മൾ ആ രണ്ടെണ്ണം ഒറ്റ എടുത്തമാര് കാരനാണ്. ക്രീപ്പറിനെ കൊണ്ട് ശല്യമില്ല, ക്രീപ്പർ പൊട്ടിത്തെറിച്ച് പോകുന്നല്ലാതെ ഇത് സോംബീസ് ഇത് കൊന്നിട്ട് പോണ. ഓ അങ്ങനെ നമ്മളെ 3 ജീവൻ പോയി ഗൈസ്. ഫുഡൊക്കെ എടുക്കണേ നമുക്ക് ഇവിടുന്ന്. അതിനാദ്യം ഫുഡ് എടുക്കണം ഗൈസ്. അതിനാദ്യം നമുക്ക് കുറച്ച് സാധനങ്ങളും എക്യുപ്മെൻറ്റ്സൊക്കെ വേണം. അപ്പം നമ്മൾ അതിന് എന്താ ചെയ്യുക, എക്യുപ്മെൻറ്റ്സൊക്കെ ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചതിൽ വെള്ളമൊക്കെ കണ്ടിന്, വെള്ളമൊക്കെ കണ്ടിന്. പക്ഷേ വെള്ളത്തിൽ ചാടിയിട്ടൊന്നുമില്ല, വെള്ളത്തിൽ ചാടി നോക്കിയിട്ടൊന്നുമില്ല ഇതുവരെയായിട്ടും. പിന്നെ ഞാൻ ദൂരത്തൊരു മഞ്ഞ വെള്ളം കണ്ടിട്ടുണ്ട്. അത് ലാവയാണോ എന്ന് അറിയില്ല. ഞാൻ പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസൊന്നും കാണലില്ല ഞാൻ അധികം. നമുക്ക് എന്തായാലും നമ്മളെ പിക്കാക്സും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിനാദ്യം ഒരു കമ്പ് വേണം. പിന്നെ മറ്റേ ഓക്ക് പ്ലാങ്ക്സ് വേണം. ആ പിക്കാക്സിൽ നമുക്ക് ഈ സാധനമാണ് വുഡൻ ആക്സാണ് നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് മറ്റേ എന്താ പേര് ഞാൻ മറന്നുപോയി. ഇപ്പോൾ എന്തായാലും വാങ്ങി വെച്ചാണ്. പിന്നെ മണ്ണ് കോരുന്ന സാധനം അത്ര അത്യാവശ്യമില്ല, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സാധനം ആവശ്യമുള്ളത്. എന്തായാലും അത് നമ്മൾ വാങ്ങിയാണ്. അപ്പോൾ ഇത് പൊളിക്കാനായിട്ടില്ല. ആദ്യം നമുക്ക് ഷീൽഡൊക്കെ ആവശ്യം വരും. ആദ്യം നമുക്ക് അങ്ങനെ നടന്ന് പോയൊക്കെ നമുക്ക് ഒരു മരങ്ങളും പിന്നെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ നടന്ന് പോണതിനിടെ കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഈ വീട്ടിലൊന്നുമില്ലല്ലോ. ഇല്ലല്ലേ, കറക്റ്റാണ് എൻ്റെ ഊഹം ശരിയാ, ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഹലോ മച്ചു, നമുക്ക് ബ്രെഡ് കൊടുത്തു നോക്കിയാലോ? ബ്രെഡ് വേണോ? ബ്രെഡ് ഉണപ്പിച്ച് തന്നോ നമുക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ ചെറിയ വില്ലേജ് കുട്ടീനെ ഉണപ്പിച്ച് ബ്രെഡ് തിന്നാം. അപ്പോൾ ബ്രെഡ് ഉണപ്പിച്ച് തിന്നിട്ടുണ്ട്. അത് ആടിതാ. ഹലോ ആടിനെ വടിയെടുത്ത് തല്ല. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലായിടത്തും ഒന്നും മരങ്ങളൊക്കെ നട്ടു വെക്കാം. എന്താ വെച്ചാൽ നമ്മളെന്തായാലും ഒരു മരം നമ്മൾ അവിടെ നിന്ന് മുറിച്ചില്ലേ, അതിന് പകരം നമ്മൾ 10 മരം നടണം എന്നാണ്. 10 മരമല്ല, ഒരു 5 മരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ അതാ നട്ടും ചെയ്തിട്ടുണ്ട്. എന്താ ലാസ്റ്റ് വണ്ട് കംപ്ലീറ്റഡ്. ഇതെന്താ ഗൈസ്? ഇതെന്താ? ഇതല്ല, ഇതാണ് ലാവ ഗൈസ്. ഇതിൽ വീണ ചത്തു പോവും. ചാടി നോക്കി. ഓ ഗൈസ് അങ്ങോട്ട് വേഗം ഓടട്ടെ. ലാവിൻ്റെ അടുത്തേക്ക് വേഗം ഓടട്ടെ. എൻ്റെ ആ സാധനങ്ങൾ അവിടെ ഉണ്ടാവും. ഓ ഗൈസ് എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. വേഗം ഓടട്ടെ. ലാവ ഈ ഭാഗമല്ലേ, ഈ ഭാഗത്ത് എവിടെയോ ആണല്ലോ. ഇവിടെ കുതിര കുതിര. ആ കിട്ടി. ഗൈസ് എൻ്റെ സാധനങ്ങളൊന്നുമില്ല ഗൈസ്, എല്ലാം പോയി ഗൈസ്. ഇതിൽ ലാവയിൽ ചാടിയാൽ കിട്ടുമോ സാധനങ്ങളൊക്കെ? ഓ ഗൈസ് ഇതേതാ സ്ഥലം ഗൈസ്? ഗൈസ് നമ്മളെ വില്ലേജ് പോയി ഗൈസ്. അപ്പം ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി വീഡിയോ പാർട്ട് 3 ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക, മറക്കല്ലേ, എല്ലാവരും കാണണം. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതിന് ശേഷമുള്ള കണ്ടിന്യൂസ് എന്താ ആയതെന്ന് അറിയണമെങ്കിൽ ഇപ്പം തന്നെ പോയി ബാക്കി വീഡിയോസ് കാണുക. പിന്നെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.